ആ വേദത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നാരദൻ മിഥോളജിയാണ്, കഥാപുരുഷൻ കെട്ടുകഥയാണ്, അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രമാണെന്ന് സായിപ്പ് വിധി എഴുതിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുമോ? വേദം കണ്ടിട്ടില്ല പോട്ടെ, നാരദൻ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, നാരദീയ സ്മൃതി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഹിന്ദു ലോ എഴുതിയിരിക്കുന്നതിൽ അതിലൊന്ന് അതാണ്. ആ നാരദൻ സായിപ്പ് എഴുതി വെച്ചത് സങ്കല്പ കഥാപാത്രം എന്നാണ്. ടെസ്റ്റ് ഇപ്പോഴും ഉണ്ട്, സ്മൃതി ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്നാണ് 1947 പകർത്തി വെച്ചിരിക്കുന്നത് ഭാരതീയ പാരമ്പര്യത്തിനെ. ആ നാരദൻ കെട്ടുകഥ എന്ന് സായിപ്പ് എഴുതിയത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി പഠിപ്പിച്ചിരിക്കുന്ന കലാശാലകളിൽ നിന്നും പഠിപ്പിക്കുന്നു. അതാണ് അതിലും വൈരുദ്ധ്യം. ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലാണോ ഇത് എഴുതി വെച്ചത്, അതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നാരദൻ സായിപ്പ് എഴുതി വെച്ച കെട്ടുകഥയാണ്, അല്ലെങ്കിൽ സങ്കല്പ കഥാപാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. ആ നാരദൻ എഴുതിയ നാരദീയ സൂക്തമുണ്ട്. ഈ നാരദീയ സൂക്തം സംഗീതശാസ്ത്രങ്ങളിൽ ഏറ്റവും വലുതാണ്. ആദ്യത്തെ ഗ്രന്ഥമാണ്. വീണ കണ്ടുപിടിച്ചത് നാരദനാണെന്ന് പറയാൻ മടിക്കണ്ട. ആ നാരദൻ സപ്തസ്വരങ്ങളെ ക്രമപ്പെടുത്തി. ആ സപ്തസ്വര ക്രമീകരണം ഇന്നിപ്പോൾ ഇളയരാജയ്ക്കോ മുറ്റിയ രാജയ്ക്കോ ആർക്കും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. യേശുദാസിന് മാറ്റാനും പറ്റിയിട്ടില്ല. കാരണം ഇതിന് പ്രപഞ്ചഘടനയുമായി ബന്ധമുണ്ട്. സപ്തസ്വരങ്ങൾ സപ്തമണ്ഡലങ്ങളുമായി ബന്ധപ്പെടുന്നു, സപ്തധാതുക്കളുമായി ബന്ധപ്പെടുന്നു. ജീവന്റെ സപ്തമണ്ഡലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടുള്ള സംസ്കാരത്തിന് അത് അടിത്തറ പാകിയിരിക്കുന്നു. ഇതെന്താണെന്ന് നമുക്കറിയില്ല. ഒരു ചെടിയിൽ, ഒരു മരത്തിൽ, ഒരു വിത്തിൽ പ്രവർത്തിക്കുന്നു സപ്തസ്വരം. ഈ രീതിയിൽ നാദത്തെ 7 മണ്ഡലങ്ങളിൽ വിഭജിച്ച് നിർത്തി ഈ 7 മണ്ഡലങ്ങളെയും സ്വരൂപിക്കുന്ന പ്രണവം എന്ന് പറയുന്ന ഒരു ഏക സങ്കല്പം കൊണ്ട് കൂട്ടിയിണക്കി 7 എങ്ങനെ, അത് 7 ഒന്നായിരിക്കുന്നത് എങ്ങനെ, ഇങ്ങനെ വൈവിധ്യങ്ങളെ ഒന്നിച്ചു ചേർത്തിരിക്കുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിന് സമ്മതിക്കേണ്ടി വരുന്ന മട്ടിലാണ് നമ്മുടെ ഏകത്വം എന്ന് പറയുന്ന അർത്ഥം നിലനിൽക്കുന്നത്. ശബ്ദബ്രഹ്മം, പ്രണവം, ഇതൊക്കെ നിലനിൽക്കുന്നത്. ഇത് വിശദമായി പറയാൻ തുടങ്ങിയാൽ നമുക്കൊരു പ്രത്യേക പഠനത്തിൻ്റെ സമയം തന്നെ വേണ്ടിവരും. ഇത് ഇവിടുത്തെ ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ മാക്സ് പ്ലാങ്ക് വരെയുള്ള ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി വെച്ചത് ഒരേ രീതിയിലുള്ള പശ്ചാത്തലം ഒരുക്കുക, ലോകത്തെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിളിച്ചു വരുത്തുക, ഒരേ ഇൻസ്ട്രുമെൻ്റ് അവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അവർ ഒരേ ഫലം നമുക്ക് തരും എന്നായിരുന്നു തീരുമാനം. പക്ഷേ മാക്സ് പ്ലാങ്കിൻ്റെ കാലഘട്ടം ക്വാണ്ടം തിയറി തൊട്ട്, അത് ശാസ്ത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ഇതൊക്കെ ചിന്തിക്കണമല്ലോ, ക്വാണ്ടം തിയറി തൊട്ട് ഇങ്ങോട്ട് വന്നു തുടങ്ങിയപ്പോൾ മാക്സ് പ്ലാങ്ക് തന്നെ പറഞ്ഞു, നമ്മൾ പഴഞ്ചനാണ് വേദം, കാണാത്ത വേദം എന്ന് പറയുന്ന വേദത്തിലെ ഏകം, ഒന്ന്, സദ്വിപ്ര, അറിവുള്ളവര് ബഹുധാ വദന്തി, ഈ ലോകത്ത് കാണുന്ന വൈവിധ്യങ്ങൾ രൂപമാണ് എന്ന് പറയുന്നതിനെ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാത്തിൻ്റെ സ്വരൂപവും ഒന്നാണ് എന്നാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഒന്നിൻ്റെ പല രൂപത്തിൽ പല പേരുകൾ നമ്മൾ പറയുന്നു. അതിന് ജ്ഞാനം, ബ്രഹ്മം, അതേപോലെ തന്നെ പ്രളയജലം, കാരണജലം, ഇങ്ങനെ ആത്മാവ്, ഇതൊക്കെ ഒരേ ഒന്നിൻ്റെ പല പേരുകളാണ്. പല പേരുകൾ പറയാനുള്ള കാരണം പല മാർഗങ്ങളെയും പല ആശയങ്ങളെയും പല രീതിയിലുള്ള മാർഗങ്ങളെ ചർച്ച ചെയ്യാനാണ്. പ്രപഞ്ച പഠനത്തിൻ്റെ ഉപാധികളാക്കിയാണ് പല പേരുകൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആശയം ഒന്നേ ഉള്ളൂ. വാട്ടർ എന്ന് പറഞ്ഞാലും വെള്ളം എന്ന് പറഞ്ഞാലും ഇഫ് അതർ കണ്ടീഷൻസ് ആർ ഈക്വൽ H2O ഈസ് വാട്ടർ എന്ന് പറയുന്നിടത്തും വാട്ടർ ഒന്ന് തന്നെ. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഏകത്വത്തെ വ്യക്തമാക്കി വേദം. ആ ഏകത്വത്തെ പറ്റി മാക്സ് പ്ലാങ്ക് പറഞ്ഞു, ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഐ റിഗാർഡ് കോൺഷ്യസ്നെസ് ആസ് ഫണ്ടമെന്റൽ ആൻഡ് ഐ റിഗാർഡ് മാറ്റർ ആസ് എ ഡെറിവേറ്റീവ് ഓഫ് കോൺഷ്യസ്നെസ്. ഞാൻ ബോധമണ്ഡലത്തെ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സത്തയായി സമ്മതിക്കുന്നു. ഇത് ഭൗതിക ശാസ്ത്രജ്ഞൻ്റെയാണ്, മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. I regard consciousness as fundamental and I regard matter as a derivative of consciousness. വസ്തു എന്ന് പറയുന്നത് ഈ അറിവിൻ്റെ ഉൽപ്പന്നമാണ്, അതിൽ നിന്നുണ്ടായതാണ്. അറിവാണ് പ്രപഞ്ചത്തിൻ്റെ അടിത്തറ, പ്രപഞ്ച ഉൽപ്പത്തിയുടെയും നിലനിൽപ്പിൻ്റെയും എല്ലാം അടിസ്ഥാനം. ഞാൻ ഒരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ, തെറ്റിദ്ധരിക്കണ്ട. അറിയാവുന്നതാണോ അറിഞ്ഞുകൂടാത്തതാണോ ലോകത്ത് കൂടുതൽ? ചുമ്മാ വിളിച്ചു പറയാം, അറിഞ്ഞുകൂടാത്താണ്. മാറിക്കളയരുത്. ശരി, ഇപ്പോൾ നമുക്ക് നോക്കാം. പൂ മതി, മറ്റേ അല്ലെങ്കിൽ പൊരിയും മതി.
അറിഞ്ഞുകൂടാത്തതാണ് കൂടുതലെന്ന അഭിപ്രായം വന്നേ. ഇപ്പം നമുക്ക് പരിശോധിക്കാവുന്ന കാര്യമാണ്. ഇതിലേതാ കൂടുതൽ? വലത്തെ കയ്യിലാണല്ലോ, അല്ലേ? ആ വലത്തെ കയ്യിലാ കൂടുതലെന്ന് പറഞ്ഞത് ഞാൻ മാറ്റിയിട്ടില്ല. ഇനി ഏതാ കൂടുതൽ? എവിടെ കുറവ്? എവിടെ കുറവ് പറയാതെ കൂടുതൽ പറയാൻ പറ്റൂ? കൂടുതൽ കുറവിൻ്റെ മറുവശയിടാ. ഇനിയിപ്പോൾ കൂടുതലെന്ന് പറഞ്ഞത് ഞാൻ എടുത്തു കളഞ്ഞില്ല, വീണ്ടും ചോദിക്കണം ഏതാ കൂടുതലെന്ന്. ആലോചിക്കാനില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും കുറവും പറയണം എങ്കിൽ, കൂടുതൽ പറയണമെങ്കിൽ കുറവ് ഇത്ര എന്നറിയണം. നമ്പരായാലും ഗുണമായാലും ഏതായാലും ആയിക്കോട്ടെ, ഇത് രണ്ടും കൂടുതൽ കുറവുകളെ വിലയിരുത്തുമ്പോൾ കുറവിത്ര കൂടുതലെത്താന്ന് രണ്ടും അറിയണം. ഞാനിപ്പോൾ ചോദിച്ചത് അറിയാവുന്നതാണോ കൂടുതൽ, അറിഞ്ഞുകൂടാത്തതാണോ കൂടുതൽ? അപ്പോൾ രണ്ടും അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് അറിഞ്ഞുകൂടാത്തതാണ് കൂടുതലെന്ന്. അങ്ങനെ അറിഞ്ഞുകൂടാത്തതാണ് കൂടുതലെങ്കിൽ ആ കൂടുതലിൽ നിന്ന് ഒന്നിൻ്റെ പേര് പറയുക. അറിഞ്ഞുകൂടാത്ത കൂടുതലിൽ നിന്ന് ഒന്നിൻ്റെ പേര്. വേദാന്തം പഠിക്കാൻ ദൂരെയെങ്കും പോകേണ്ട, നമുക്ക് എളുപ്പം. അറിഞ്ഞുകൂടാത്തതിൽ നിന്ന് ഒന്നിൻ്റെ പേര്. കൂടുതലുണ്ടല്ലോ, കൂടുതലിൽ നിന്ന് ഒന്നിൻ്റെ പേര് പറഞ്ഞൂടെ? കൂടുതലെന്ന് പറയണമെങ്കിൽ ഏതാണ്ട് അളവോ എണ്ണമോ ഒക്കെ നിശ്ചയം വേണം. അതറിയാതെ പറയാൻ പറ്റൂ? ജ്ഞാനമെന്നറിയാതെ അത് പറയാൻ പറ്റൂ? അത് എന്തായിരുന്നാലും പറയണമെങ്കിൽ അറിയണം. അത് മതി തന്നെ. അതുപോലെ ഈശ്വരനെന്ന് എഴുതാൻ അറിയണം, പറയാൻ അറിയണം, അതിൻ്റെ അക്ഷരങ്ങൾ അറിയണം. ഈശ്വരൻ എന്നല്ലാതെ എങ്ങനെ ഉച്ചരിക്കും? അല്ല, എല്ലാം അറിയണം. ഏതറിഞ്ഞിരുന്നാലും അറിയപ്പെടും. ഞാൻ അറിവിൻ്റെ കാര്യമേ പറയണുള്ളൂ. അക്ഷരത്തിൽ കൂടെ അറിഞ്ഞാലും, തടിയിൽ കൂടെ അറിഞ്ഞാലും, ഒഴുകുന്നതിൽ കൂടെ അറിഞ്ഞാലും, പ്രകാശത്തിൽ അറിഞ്ഞാലും അറിവ്. ഇതേ പറയുന്നുള്ളൂ. അറിയാത്തതിനെ പറ്റി പറയാനാവില്ല. അതുകൊണ്ട് ജ്ഞാനസ്വരൂപം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ആക്ക് തെളിയിക്കാം. നമ്മൾ പഴഞ്ചനാണ് വേദാന്തമേ. ജ്ഞാനസ്വരൂപമാണ് ഈ പ്രപഞ്ചം. ജ്ഞാനമെന്ന് പറയുന്നതും ബ്രഹ്മമെന്ന് പറയുന്നതും ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ജ്ഞാനസ്വരൂപം, പ്രകൃതി സ്വരൂപം, രണ്ടും ഒന്ന്. ഇങ്ങനെ പ്രകൃതിക്ക് മുഴുവനും ഏകത്വത്തിൻ്റെ അവകാശം കൊടുത്തു. ആ ഏകത്വം അറിവാണെന്ന് സമർത്ഥിച്ചു. അറിവിൻ്റെ സ്വരൂപമാണ്. അച്ഛനെ അറിയണം, അമ്മയെ അറിയണം, ശത്രുവിനെ അറിയണം, മിത്രത്തെ അറിയണം, നന്മയെ അറിയണം, തിന്മയെ അറിയണം, എൻ്റെ അറിയണം, നിന്റെ അറിയണം, അവൻ്റെ അറിയണം, മുകളിലും താഴെയും എല്ലാം അറിയണം. അറിവിൻ്റെ സ്വരൂപമല്ലാതെ അറിവിൽപ്പെടാത്ത യാതൊന്നും നന്മ തിന്മകളായി അവശേഷിക്കുന്നില്ല. ഈ ത്തിൽ യാതൊന്നും അറിവിൻ്റെ സ്വരൂപമല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ കാലഘട്ടം വേദത്തിൻ്റെതാണ് എങ്കിൽ ആ വേദത്തിൻ്റെ കാലഘട്ടം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുക. അതായത് 17,28,000 കൊല്ലമുള്ള കൃതയുഗം, 12,96,000 കൊല്ലമുള്ള ത്രേതായുഗം, 8,64,000 കൊല്ലമുള്ള ദ്വാപരയുഗം, 4,30,000 കൊല്ലമുള്ള കലിയുഗം. ഈ കലിയുഗത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന 5097 ആണ്ടാണിത്. ചുമ്മാ ഒന്നും പറഞ്ഞു വെച്ചിരിക്കുകയല്ല. ഇത്രയും വ്യക്തമായ ഒരു കാലയളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വ്യക്തമായ കാലയളവിന് ആകെ കൂട്ടിയെടുത്താൽ 43,20,000 കൊല്ലം വരും. ഇങ്ങനെയുള്ള 43,20,000 കൊല്ലം 2000 കൊണ്ട് ഗുണിച്ചാൽ ഇതേപോലെയുള്ള 2000 ചതുർയുഗം വരുമ്പോൾ ബ്രഹ്മാവിന് ഒരു ഡേയും നൈറ്റുമാണെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിലെ ഒരു ഡേയും നൈറ്റും 43,20,000 ഗുണം 2000, അങ്ങനെയുള്ള 360 ദിവസങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിനൊരു വയസ്സ്. അങ്ങനെയുള്ള 100 വയസ്സുകൾ ചേരുമ്പോൾ ബ്രഹ്മാവ് നശിക്കുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ 7 ബ്രഹ്മാക്കളെ പറ്റി പറയുന്നു. അങ്ങനെയുള്ള ആ 7 ബ്രഹ്മാവിൻ്റെ കാലഘട്ടം 7 ലോകങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. ഭൂർഭുവസ്വ എന്ന് തുടങ്ങി ജനലോകം, തപോലോകം, മഹർലോകം, ഈ സത്യലോകം എന്ന് പറയുന്ന 7 ലോകം. താഴോട്ട് സോളിഡിറ്റി എന്ന് പറയുന്ന ഘനീഭൂതമായ അവസ്ഥ ജീവന് സംഭവിക്കുമ്പോൾ വസ്തുവിന് എന്തോ ആവട്ടെ, അതിൻ്റെ ജീവനും വസ്തുവും തമ്മിലുള്ള ബന്ധത്തേക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന തീരുന്നതുമല്ല. ഏതായിരുന്നാലും അറിവിൻ്റെ സ്വരൂപമാണെന്ന് തെളിഞ്ഞല്ലോ. അപ്പോൾ അറിവിൽ നിന്നാണ് വസ്തു ഉണ്ടായതെന്ന് ഭൗതിക ശാസ്ത്രജ്ഞൻ സമ്മതിച്ചതാണ് ഞാൻ പറഞ്ഞത്. കോൺഷ്യസ്നെസ് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് മാറ്റർ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു. എങ്കിൽ വേദം കാണേണ്ട ആവശ്യം നമുക്കില്ലാതിരുന്നത് അശാസ്ത്രീയതയുടെ പേരിലാണോ? അടിസ്ഥാന പ്രമാണത്തിൽ വേദത്തെ നിരാകരിക്കാൻ ഇന്ന് ശാസ്ത്രം ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇതേ അടിസ്ഥാനത്തിൽ തന്നെ സയൻസ് ഈസ് അക്കോർഡിംഗ് ടു ദി സയന്റിസ്റ്റ് എന്ന് വിധി എഴുതിക്കൊണ്ട് ഐൻസ്റ്റീൻ സമ്മതിച്ചു
സയന്റിസ്റ്റിനെ, ശാസ്ത്രജ്ഞനെ ആസ്പദമാക്കി ശാസ്ത്രമുണ്ടാകുന്നു എന്ന്. അവിടെ ശാസ്ത്രജ്ഞൻ ഡെഡ് ബോഡി ആണെങ്കിൽ അതിൽ നിന്ന് ശാസ്ത്രമില്ല. അതുകൊണ്ട് ഡെഡ് ബോഡി അല്ല, അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച എന്ന് പറഞ്ഞ ആത്മഭാവത്തെ ആണ് അവിടെ ചൈതന്യത്തിന്റെ വസ്തുവാക്കി, അറിവിന്റെ സ്വരൂപമാക്കി വർണ്ണിച്ചത്. ഇങ്ങനെ അങ്ങോട്ട് ചർച്ച ചെയ്തു പോയാൽ ഒരു ശാസ്ത്രത്തിനും അവഗണിക്കാൻ കഴിയാത്ത ഭാരതത്തിന്റെ അതിബൃഹത്തും മഹത്തുമായിട്ടുള്ള ഒരു ഭൗതിക ശാസ്ത്രമായും അധ്യാത്മശാസ്ത്രമായും നമ്മുടെ വേദങ്ങളും അതിന്റെ പാരമ്പര്യവും നിലനിൽക്കുന്നു.